ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഓണമൊരുക്ക വിശേഷങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 4-5 ദിവസം മുന്നേ എടുത്തു വെച്ച കുറച്ച് വീഡിയോസാണ് കേട്ടോ. ഇതിപ്പോൾ 2 ദിവസത്തെ വീഡിയോസ് ഒത്തുചേർത്താണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഓണക്കാലം ആകുമ്പോൾ ആദ്യം തന്നെ തേങ്ങയൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഓണ സീസൺ ആകുമ്പോൾ പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ് ഇങ്ങനെ തേങ്ങ വെട്ടി മുറ്റത്ത് കൊണ്ട് ഇങ്ങനെ കൂട്ടിയിടുന്നത്. കുറച്ച് നേരമെങ്കിലും ഇങ്ങനെ മുറ്റത്ത് കൂട്ടിയിട്ടിട്ട് വേണം വാരി വയ്ക്കാൻ. അതൊരു ശീലമായിപ്പോയി. പിന്നെ പണ്ടത്തെ പോലെ തെങ്ങൊന്നും ഇപ്പോൾ ഇല്ലെങ്കിലും ഉള്ള തെങ്ങിൽ നിന്ന് അത്യാവശ്യം തേങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നമുള്ളത് കിട്ടിയ തേങ്ങയുടെയൊക്കെ വലിപ്പം വളരെ കുറവെന്നാണ്. അതിപ്പോൾ അമ്മമ്മ പറഞ്ഞത് ഇത് കർക്കിടക കൂലി എന്നാണ്. കർക്കിടക അവസാനം ചിങ്ങ ആദ്യം കിട്ടുന്ന തേങ്ങയ്ക്കൊക്കെ ഇത്ര വലിപ്പമേ കാണുള്ളൂ എന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനത്തെ തേങ്ങയൊക്കെ മുറ്റത്തിട്ടിട്ട് പിന്നെ നേരെ തൊടിയിലേക്ക് പോയി നമ്മുടെ കൊതുമ്പും ചൂട്ടും ഓലയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഓണസമയത്ത് ഈ ഓല വെച്ച് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാനുള്ളതാണ്. അങ്ങനെ 2-3 മടൽ നമ്മൾ വെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓലയൊക്കെ എടുത്ത് അരങ്ങി കെട്ടി മാറ്റി അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അന്ന് രാവിലെ വലിയ തിരക്കേടില്ലാത്ത കാലാവസ്ഥയായിരുന്നു. നല്ല വെയിലൊന്നും ഉള്ളതല്ല, അത്യാവശ്യം മങ്ങിയ കാലാവസ്ഥയായിരുന്നു കൊണ്ട് തന്നെ രാവിലത്തെ അടുക്കള ജോലിയൊക്കെ നേരത്തെയും തീർന്നിട്ടുണ്ടായിരുന്നേ. എങ്കിൽ പിന്നെ ഇനി മുറ്റം വൃത്തിയാക്കാമെന്ന് പറഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു. മുറ്റത്ത് വലിയ പുല്ലൊന്നും ഇല്ലായിരുന്നു. ഈ ചെടിയൊക്കെ നിൽക്കുന്ന ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് പുല്ലൊക്കെ പറിച്ച് കളയുന്നതുകൊണ്ട് തന്നെ വലിയ കാടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ചെറിയ ചെറിയ പുല്ലുകൾ ചെടികൾക്കിടയിലൊക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ ഒന്ന് പൊഴുത് മാറ്റി മുറ്റത്ത് ആ ഒരു സൈഡൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി. കരിയിൽ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും തൂത്ത് വൃത്തിയാക്കി. കുറച്ച് ചെമ്പരത്തിയൊക്കെ കാട് പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അരങ്ങി കോതി വൃത്തിയാക്കിയപ്പോഴേക്കും ആ ഒരു ഭാഗം വൃത്തിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനു മുന്നേ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ഫാമിലിയെക്കുറിച്ചൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഇടാമെന്ന് പറഞ്ഞാണ് ഇത്രയും ലേറ്റായി പോയി. ഒരുപാട് നാളായി കേട്ടോ ഒരു ഫുൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇനി നമ്മുടെ ഫാമിലിയെക്കുറിച്ച് പറയാം. ആദ്യം എൻ്റെ പേര് പറയാം. എൻ്റെ പേര് അപർണ എന്നാണ്. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ അച്ഛൻ, അമ്മ, അമ്മുമ്മ, ഞാൻ, ഹസ്ബൻഡ്, മോൻ ഇത്ര പേരാണ് ഉള്ളത്. ഇത്ര പേരടങ്ങിയ ഒരു കുഞ്ഞു കൂട്ടുകുടുംബം വേണമെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ ആ ഒരു പ്രദേശമൊക്കെ ക്ലീൻ ചെയ്തപ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോഴും വെച്ച് പുറത്തെ പണികളെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ടായപ്പോൾ മഴയൊക്കെ തോന്നുന്നത് മുറ്റമൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ആ നേരത്തിന് നമ്മൾ അരങ്ങി വെച്ചിട്ടുള്ള ഓലയെടുത്ത് നമ്മൾ ചൂലിൻ്റെ പരിപാടി നോക്കുന്നുണ്ടേ. ഓണസമയമാകുമ്പോഴാണ് കേട്ടോ നമ്മൾ ഒരുപാട് ചൂല് ഉണ്ടാക്കി അതിനെ കെട്ടി മാറ്റി വയ്ക്കും ആവശ്യാനുസരണം ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കാനായിട്ട്. ആ സമയത്താണ് കൂടുതലും ഓലയൊക്കെ വെട്ടിയെടുക്കുന്നത്. അങ്ങനത്തെ കുറച്ച് ഓലയൊക്കെ എടുത്ത് ആ ചൂലിൻ്റെ പരിപാടിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മുറ്റത്തിൻ്റെ മറ്റൊരു വശമാണ് ഇത്. ഇവിടെ അത്യാവശ്യം നല്ല ചവറുണ്ടായിരുന്നു. ഈ മുന്നിൽ നിൽക്കുന്ന 2 മഹാഗണി മരങ്ങൾ നമ്മൾ കൊടുത്തു നിർത്തിയേക്കുന്നത്. അവർ മുറിക്കാൻ വരുമെന്ന് പറഞ്ഞ് നോക്കി നിന്നാണ് ഇവിടെ ഇത്രയും കാടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ മുറിക്കാൻ വരുമെന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തൊട്ടാണ് മഴക്കാലം തുടങ്ങിയത്. പിന്നെ അവിടെ തൂപ്പ് പോലും ഇല്ലാതെ അത്യാവശ്യം നല്ല ചവറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിന്ന് കുറച്ച് ചെടികളെയൊക്കെ കോതി മാറ്റി അവിടെയൊക്കെ ഒന്ന് ഒതുക്കി തൂത്ത് വൃത്തിയാക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ നല്ല മഴ പെയ്ത് നല്ല നനഞ്ഞിടുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ചവറൊക്കെ ഒന്ന് കോരി മാറ്റുക എന്നുള്ളത് കുറച്ച് ടാസ്ക് പിടിച്ച പണിയായിരുന്നു. എങ്കിലും അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയപ്പോഴേക്കും ആ ഒരു ഭാഗം കൂടി ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ജോലിയും കൂടെ അവിടെ വെച്ച് അന്നത്തെ ജോലികളെല്ലാം മതിയാക്കി. പിന്നെ ബാക്കി പരിപാടികൾ പിറ്റേന്നാണ് കേട്ടോ ചെയ്തത്. പിന്നെ പിറ്റേന്ന് തലേ ദിവസത്തെ ഓലയുടെ ബാക്കിയൊക്കെ എടുത്ത് ചൂലിൻ്റെ പരിപാടി നോക്കുന്നുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ അമ്മയും അമ്മൂമ്മയും കൂടെ ചേർന്നാണ് കേട്ടോ ചൂലിൻ്റെ പരിപാടി നോക്കി. ഇതിനിടയ്ക്ക് രാത്രിയും കുറച്ച് നേരം കൂടി നമ്മൾ ഓലയൊക്കെ ചീവി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ ചൂലിൻ്റെ പരിപാടി നോക്കിയ നേരത്തിന് ഞാൻ മുറ്റത്തിൻ്റെ പരിപാടിയാണ് നോക്കുന്നത്. മുറ്റം അത്യാവശ്യം നല്ല ചെളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെളിയെല്ലാം അത്യാവശ്യം തറയോടെല്ലാം നല്ല അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇട്ടിട്ടൊരു 4-5 വർഷത്തിൽ കൂടുതലായി. അതിനുശേഷം അങ്ങനെ വലുതായിട്ട് കഴുകിയിട്ടൊന്നുമില്ല. എങ്കിൽ പിന്നെ ഓണക്കാലമായിട്ട് കുറേശ്ശെ കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കുമ്മായിട്ടാണ് ഞങ്ങൾ കഴുകുന്നത്. അങ്ങനെ ആദ്യം തന്നെ കുറച്ച് കുമ്മായൊക്കെ വിതറി കുറച്ച് നേരം ഇട്ടതിന് ശേഷമാണ് ബ്രഷ് വെച്ച് നന്നായിട്ട് ഉരച്ച് കഴുകുന്നത്. ഇങ്ങനെ ഇരുന്ന് ഉരയ്ക്കുന്ന കാര്യം കുറച്ച് ടാസ്ക് ആയിരുന്നു. എങ്കിലും ഒരു വശത്ത് നിന്ന് ചെറുതായിട്ട് നമ്മളിങ്ങനെ ഉരച്ച് കഴുകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും മുറ്റം ഒരു ദിവസം കൊണ്ട് തീർക്കുക പാടാണ്. അങ്ങനെ ഓരോ സൈഡായിട്ട് കുറേശ്ശെ കഴുകാമെന്ന തീരുമാനത്തിലാണ് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ആദ്യം ഏറ്റെടുത്ത സ്ഥലമെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മുറ്റം വൃത്തിയാക്കിയ നേരത്തിന് അമ്മൂമ്മ ഈർക്കിലെല്ലാം ചീവി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം തലേ ദിവസവും പിറ്റേന്നും ചെയ്തിട്ടുള്ള ഈർക്കിലുകളെല്ലാം ചേർത്ത് വെച്ചത് 3 ചൂലും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരേ വലുപ്പത്തിലുള്ള ചൂലുകളെല്ലാം ഇങ്ങനെ ചേർത്ത് വെച്ച് പല ചൂലുകളാക്കി സെറ്റാക്കി വയ്ക്കുക. എങ്കിലേ അമ്മൂമ്മയ്ക്കൊരു സമാധാനം വരുള്ളൂ കേട്ടോ.
അങ്ങനെ ദേ ചൂലും ശരിയാക്കിയിട്ട് പിന്നെ നല്ല കമുങ്ങിൻ്റെ ഓല കിട്ടിയിട്ടുണ്ട്. നമ്മളിതിനെ തണുങ്ങെന്ന് പറയും. ഈ തണുങ്ങ് വെച്ചിട്ട് അമ്മൂമ്മ ഓണസമയമാകുമ്പോൾ പ്രധാനമായിട്ട് ഉണ്ടാക്കുന്ന ഐറ്റമാണ് നമ്മുടെ തിരുവളയം. പാത്രങ്ങളൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കില്ലേ, നമ്മുടെ വളയം, സ്റ്റീൽ വളയത്തിന് പകരം പണ്ട് വച്ചിരുന്ന സാധനം. ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് കേട്ടോ. ഇത് ഓണക്കാലത്ത് മാത്രമല്ല, കമുങ്ങിൻ്റെ ഓല കിട്ടുമ്പോഴെല്ലാം അമ്മൂമ്മ ചെയ്യാറുള്ളതാണ്. പിന്നെ ഓണത്തിന് ഉണ്ടാക്കുന്നത് അത് മസ്റ്റായിട്ടും ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ അമ്മൂമ്മ ദേ തണുങ്ങൊക്കെ വെച്ച് നമ്മുടെ തിരുവളയെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. തണുങ്ങ് വെച്ചൊന്ന് വളച്ച് കെട്ടിയതിന് ശേഷം നമ്മുടെ തെങ്ങിൻ്റെ ഓല വെച്ച് അതൊന്ന് ഡിസൈൻ ചെയ്ത് കൂടി എടുക്കും കേട്ടോ. അത് കാണുമ്പോഴാണ് അതിനൊരു ഭംഗി വരുന്നത്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ നേരെ വഴി വൃത്തിയാക്കാനാണ് പോയത്. നമ്മുടെ വീട് റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ് കേട്ടോ. അപ്പം വഴിക്ക് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അതിൻ്റെ പകുതി ഭാഗം ഇതിന് മുന്നേ ഒരു ദിവസം നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പുല്ലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് ചെത്തിപ്പറിച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഈ ചെത്തിപ്പറിക്കുന്ന പണി അത്ര എളുപ്പമുള്ളതല്ല, എങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ മൺവെട്ടി പണിയൊന്നും എനിക്ക് അത്ര വശമുള്ള കാര്യമല്ല, എങ്കിലും എന്നും വശമില്ലെന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇന്ന് ഞാനാണ് ആ പണി ഏറ്റെടുത്തിട്ടുള്ളത്. ഞാനൊരു വശം മൊത്തവും ചെത്തിയ നേരത്തിന് അമ്മ അപ്പുറത്ത് വശത്ത് നിന്ന് ചെറിയ പുല്ലൊക്കെ പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ക്ലീനിങ് അച്ഛനങ്ങ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ ചെത്തി വൃത്തിയാക്കിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് ഭാഗമല്ല അച്ഛനങ്ങ് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പുറത്തെ ഓണം ഒരുക്കൽ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.